ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുകയാണ്. അവർക്ക് ഇന്ത്യ അഭയം നൽകുമോ എന്ന് നമുക്കറിയില്ല. അവർ ലണ്ടനിലേക്ക് പോകുമെന്നാണ് ഇതുവരെ ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ലണ്ടനിലേക്കുള്ള യാത്രയിൽ അവസാന തീരുമാനമെടുത്തിട്ടില്ല. ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളൊക്കെ ഇന്ത്യ നിരീക്ഷിച്ചു വരുന്ന ഒരു അയൽ രാജ്യം എന്ന നിലയിൽ വളരെ സെൻസിറ്റീവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെൻറ്റിൽ ഇതിനെക്കുറിച്ച് ഇന്ന് പ്രസ്താവന നടത്തുമെന്നും സൂചനയുണ്ട്. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, ഈ കൂടെ നിന്നവർ ചതിച്ചു എന്ന രീതിയിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് പുറം ലോകം പറയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അവർക്ക് ഇന്ത്യ അഭയം നൽകാനുള്ള സാഹചര്യം ഉരുത്തിരിയുന്നുണ്ടോ, അതോ അവർ UK തന്നെ പോകും എന്നാണോ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? SKN അവരെ സംബന്ധിച്ച് അവരുടെ സഹോദരിയുടെ മകൻ ഇപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാനീ നിൽക്കുന്നത് ഡൽഹിയിലെ ബംഗ്ലാദേശ് എംബസിക്ക് മുന്നിലാണ്. ഇവിടുത്തെ ഒരു സാഹചര്യം ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് കാണുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിലത് ഉചിതമായിരിക്കും. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒക്കെയാണ് ഇന്നലെ മുതൽ തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് ഉറപ്പായ ഘട്ടം മുതൽ തന്നെ ഇവിടുത്തെ നിയന്ത്രണമടക്കമുള്ളവ ഡൽഹി പോലീസ് ഏറ്റെടുത്തു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വിസ സർവീസിംഗ് അടക്കമുള്ള നടപടികൾ വലിയ രീതിയിൽ ഈ ഇന്ത്യയിൽ നിന്നുള്ള പൌരന്മാർ ബംഗ്ലാദേശിലേക്ക് വാണിജ്യ വ്യാപാരാർത്ഥം യാത്രകൾ നടത്തി വന്നിരുന്നതാണ്. തിരിച്ചും ആ വിധത്തിൽ നടത്തി വന്നിരുന്നതാണ്. തൽക്കാലമായി അവയെല്ലാം നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എയർ ഇന്ത്യയുടെ സർവീസ് അടക്കം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഉൾപ്പെടെയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനം, പ്രത്യേകിച്ച് സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ഷെയ്ഖ് ഹസീന ഇവിടെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ആ വിധത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇന്ത്യ ഈ വിവരങ്ങളെല്ലാം ഇന്നലെ തന്നെ പ്രത്യേക സുരക്ഷാ ചുമതലയുള്ള മന്ത്രിസഭാ സമിതി ഈ വിഷയം വിലയിരുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷിതമാക്കാനായിട്ടുള്ള നടപടികൾ അടക്കമാണ് സ്വീകരിച്ചത്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ന് ഇതിന് ഉപരിയായിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായിട്ട് വിദേശകാര്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ അഭിപ്രായ ഭിന്നത ഉണ്ടാകരുത് എന്ന വിധത്തിലാണ് ആ ഒരു തീരുമാനം ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ആശയവിനിമയം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇന്ന് വിദേശകാര്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ ഒരു പ്രസ്താവന നടത്തിയേക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഒരുപക്ഷെ അടിയന്തര പ്രമേയ ആവശ്യം ഉന്നയിക്കുന്നതിൽ നിന്ന് അവരെ തടയുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. SKN നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ അതിർത്തി രാജ്യമാണ് ബംഗ്ലാദേശ് എന്നുള്ളത് കൊണ്ട് തന്നെയും ഷെയ്ഖ് ഹസീന വന്നതിന് ശേഷം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു വന്നിരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി വരുന്ന രാഷ്ട്രീയ സംവിധാനം അത് എങ്ങനെയാണ്, അഥവാ ഭരണ സംവിധാനം അത് ഇന്ത്യയെ സംബന്ധിച്ച് തലവേദനയായി മാറുമോ എന്ന ചിന്ത ഇന്ത്യക്കുണ്ട്. പ്രത്യേകിച്ച് ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് നൽകുന്ന അഭയം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് എതിരായിട്ടുള്ള വികാരത്തിലേക്ക് നയിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യക്ക് മുന്നിൽ ഉള്ളത്. ഏതായാലും ആ വിഷയത്തിലുള്ള ഒരു തീരുമാനം അഥവാ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണം ഒക്കെ എസ് ജയശങ്കർ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ ആ ഘട്ടത്തിൽ അദ്ദേഹം പങ്കുവയ്ക്കും എന്ന് നമുക്ക് കരുതാം. ഷെയ്ഖ് ഹസീന ഇവിടെ നിന്ന് ലണ്ടനിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ചർച്ചാവിധേയമായി വരികയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ധാരണകൾ രൂപപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. SK